അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് പരിശ്രം എന്ന പാഠമാണ്. പരിശ്രം എന്ന് വെച്ചാൽ പരിശ്രമം എന്നാണ് അർത്ഥം. കുച്ച് ലോഗ് സഫലത കെ കേവൽ സപ്നെ ദേഖ്തേ ഹെ ജബ്കി അന്യ വ്യക്തി ജാഗ്തേ ഹെ ഓർ കടി മെഹനത് കർത്തേ ഹെ. മഹാത്മാഗാന്ധി. അതായത് കുച്ച് ലോഗ് കുറച്ച് പേര് സഫലത കെ കേവൽ സപ്നെ ദേഖ്തേ ഹെ. സഫലത എന്ന് വെച്ചാൽ സക്സസ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുന്നു? സപ്നെ ദേഖ്തേ ഹെ, സ്വപ്നം മാത്രമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ജബ്കി അന്യ വ്യക്തി എന്ന മറ്റു ചില ആളുകൾ എന്ത് ചെയ്യുന്നു? ജാഗ്തേ ഹെ, അവർ ഉണരുന്നു. ഓർ കടി മെഹനത് കർത്തേ ഹെ, എന്ത് ചെയ്യുന്നു? കഠിനാധ്വാനം ചെയ്യുന്നു. കുറച്ച് പേര് വിജയം സ്വപ്നം കണ്ടിരിക്കുമ്പോൾ മറ്റു ചിലരെന്ത് ചെയ്യുന്നു? അതേസമയം അതിനു വേണ്ടി പരിശ്രമിക്കുന്നു. എന്നാലാണ് നമ്മൾ കാണുന്ന സ്വപ്നം നമുക്ക് സാക്ഷാത്കരിക്കാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് സ്വപ്നങ്ങൾ വേണം, അതോടൊപ്പം തന്നെ എന്ത് വേണം? നമ്മളതിനു വേണ്ടി കഠിനമായി പരിശ്രമിക്കുകയും വേണമെന്നാണ് മഹാത്മാഗാന്ധി നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. നമുക്ക് പഠിക്കാനുള്ളത് കഹാനിയാണ്. കഹാനിയുടെ പേര് ഗാന്ധിജി കി നമക് കഥ. ഉദയൻ വാജ്പേയിയാണ് ഈ കഥ എഴുതിയിരിക്കുന്നത്. ഗാന്ധിജി കി നമക് കഥ. നമക് എന്ന് വെച്ചാൽ ഉപ്പ്. നമക് കഥ എന്താ? ഉപ്പിൻ്റെ കഥ. ഗാന്ധിജിയുടെ ഉപ്പ് കഥ. അതാണ് നമുക്ക് പഠിക്കാനുള്ളത്. നമുക്ക് കഥ നോക്കാം. ഏക് രാജാക്കെ തീൻ ബേട്ടിയാം ദി. ഏക് രാജ, ഒരു രാജാവ്. ഏക് രാജാക്കെ, ഒരു രാജാവിനെ. തീൻ ബേട്ടിയാം ദി. തീൻ എന്ന് വെച്ചാൽ 3, ബേട്ടിയാം മക്കൾ, പെൺമക്കളായിരുന്നു. 3 പെൺമക്കളുണ്ടായിരുന്നു. ഒരു രാജാവിന് 3 പെൺമക്കളുണ്ടായിരുന്നു. തും ചാഹേ തോ ഉസ് രാജാ കി 4 ബേട്ടിയാം ഭി ഹോ സക്തി ഹേ ഇസ് കഹാനി മേ. തും ചാഹേ തോ, നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ, ഉസ് രാജാക്കി, ആ രാജാവിന് 4 ബേട്ടിയാം 4 പെൺമക്കളും കൂടി, 4 ബേട്ടിയാം ഭി ഹോ സക്തി ഹേ, 4 പെൺമക്കളും കൂടി ഉണ്ടാകും. ഇസ് കഹാനി മേ, ഈ കഥയിൽ എന്ന് പറയാണ്. രാജാ നെ ഉൻസെ പൂച്ചാ കി വേ ഉനേം കിത്തന പ്യാർ കർത്തി ഹേ. എന്താ പറയുന്നത്? രാജാനെ ഉൻസെ പൂച്ച, രാജാവ് ഉൻസെ അവരോട്, പൂച്ച എന്ന് വെച്ചാൽ ചോദിച്ചു. എന്താ ചോദിച്ചത്? വേ ഉനേം, അവർ അദ്ദേഹത്തെ, കിത്തന പ്യാർ കർത്തി ഹെ, എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന്. പ്യാർ എന്ന് വെച്ചാൽ എന്താ? സ്നേഹം. കിത്തന പ്യാർ കർത്തി ഹെ, എത്ര സ്നേഹിക്കുന്നുണ്ട് എന്ന് രാജാവ് ഒരു ദിവസം ആ പെൺമക്കളോട് ചോദിക്കുകയാണ്. പെഹലി നെ കഹാ മേൻ തുമേം ഉത്തന സാരാ പ്യാർ കർത്തി ഹും ജിത്തന ബഡാ സൂരജ് ഹെ. പെഹലി, ആദ്യത്തെ മകൾ പറഞ്ഞു. പെഹലി നെ കഹാ മേം തുമേം ഉത്തന സാരാ പ്യാർ കർത്തി ഹും, ഞാൻ നിങ്ങളെ ഉത്തന സാര, അത്രയും, പ്യാർ കർത്തി ഹും, സ്നേഹിക്കുന്നുണ്ട്. ജിത്തന ബഡാ സൂരജ് ഹെ, സൂര്യൻ എത്രത്തോളം വലുതാണോ അത്രയും ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്ന് മൂത്ത മകൾ പറഞ്ഞു. രാജാ നെ ഖുഷി സേ സിർ ഹിലാ ദിയ. രാജാവ് എന്ത് ചെയ്തു? ഖുഷി സേ, സന്തോഷം കൊണ്ട്, സിർ ഹിലാ ദിയ, തല ആട്ടി. സിർ ഹിലാ ദിയ വെച്ചാൽ തല കുലുക്കി. ദൂസരി നെ കഹ, രണ്ടാമത്തെ മകൾ പറഞ്ഞു. മേ തുമേ ഉത്തന ചാഹത്തി ഹും ജിത്തന ചാന്ദ് സിത്താരെ ആസ്മാൻ മേം ഹെ. രണ്ടാമത്തെ ആൾ എന്താ പറഞ്ഞത്? മേ തുമേ ഉത്തന ചാഹത്തി ഹും, ഞാൻ നിങ്ങളെ അത്രയും ഇഷ്ടപ്പെടാണ്, ആഗ്രഹിക്കുകയാണ്. ജിത്തനെ ചാന്ദ് സിത്താരെ, എത്രത്തോളം ചാന്ദ്, ചന്ദ്രൻ, സിത്താര എന്ന് വെച്ചാൽ നക്ഷത്രങ്ങൾ, ആസ്മാൻ മേഹെ, ആകാശത്തിലുണ്ട്. ആകാശത്തിൽ എത്ര നക്ഷത്രങ്ങളുണ്ട് അത്രത്തോളം ഞാൻ എന്ത് ചെയ്യുന്നു? നിങ്ങളെ ഇഷ്ടപ്പെടുന്നു എന്ന് രണ്ടാമത്തെ മകളും മറുപടി പറയാണ്. രാജാനെ ഖുഷി സേ സിർ ഹിലായ. ഇത് കേട്ടപ്പോൾ രാജാവിനെ ഒന്നുകൂടി സന്തോഷമായി. രാജാവ് എന്ത് ചെയ്തു? ഖുഷി സേ, സന്തോഷം കൊണ്ട്, സിർ ഹിലായ, വീണ്ടും തലയാട്ടി. ഓർ തീസരി ബേട്ടിക്ക് തരഫ് ദേക്ക. പിന്നെ എന്ത് ചെയ്തു? തീസരി ബേട്ടി, മൂന്നാമത്തെ മകളുടെ നേരെ നോക്കി. തീസരി ബേട്ടിക്ക് തരഫ് ദേക്ക എന്ന് വെച്ചാൽ മൂന്നാമത്തെ മകളുടെ നേരെ നോക്കി. ഇനി ആ കുട്ടിയുടെ അടുത്ത് നിന്ന് എന്ത് മറുപടിയാണ് വരുന്നത് എന്നാണ് രാജാവ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. തീസരി ചുപ് ഗഡീതി. അപ്പോൾ മൂന്നാമത്തെ ആൾ എന്ത് ചെയ്യാണ്? ചുപ് ഗഡീതി, ഒന്നും മിണ്ടാതെ നിൽക്കുകയായിരുന്നു. വഹ് ബോലി മേൻ തുമേ ഖാനെ മേം നമക്ക് ജിത്തന പ്യാർ കർത്തി ഹും. മൂന്നാമത്തെ ആൾ എന്താ മറുപടി പറഞ്ഞത്? മേൻ തുമേ, ഞാൻ നിങ്ങളെ, ഖാനെ മേം നമക്ക് ജിത്തന, എത്രയാണോ ഭക്ഷണത്തിൽ ഉപ്പ്, ജിത്തന പ്യാർ കർത്തി ഹും, അത്ര സ്നേഹിക്കുന്നുണ്ട്. ഭക്ഷണത്തിൽ ഉപ്പ് എത്രത്തോളം ആവശ്യമാണോ അത്രത്തോളം ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്നാണ് മൂന്നാമത്തെ മകൾ മറുപടി പറഞ്ഞത്. കഹാനി ലംബി ചൽത്തി ഹെ. കഥ തുടർന്ന് പോവാണ് കേട്ടോ. കഹാനി ലംബി ചൽത്തി ഹെ എന്ന് വെച്ചാൽ എന്താ? കഥ തുടർന്ന് പോവാണ്. പെഹലെ രാജാക്കോ യഹ് ജവാബ് പസന്ത് നഹി ആത്ത. പെഹലെ രാജാക്കോ, ആദ്യം രാജാവിന്, യഹ് ജവാബ്, ഈ ഉത്തരം, ജവാബ് എന്ന് വെച്ചാൽ ഉത്തരം, പസന്ത് നഹി ആത്ത, ഇഷ്ടപ്പെട്ടില്ല. രാജാവിന് മൂന്നാമത്തെ മകൾ പറഞ്ഞ മറുപടി ആദ്യം ഇഷ്ടപ്പെട്ടില്ല. പർ കഹാനിക്ക് അന്ത്മേം, പക്ഷേ കഥയുടെ അവസാനം, അന്ത് എന്ന് വെച്ചാൽ അവസാനം, വഹ് രാജ ഖാനെ മേം തഥാ ജീവൻ മേം നമക്ക് കെ മഹത്വ കോ സമജ് ജാത്ത ഹെ. എന്ത് ചെയ്യുന്നു? കഥയുടെ അവസാനം, വഹ് രാജ, ആ രാജാവ്, ഖാനെ മേം, ഭക്ഷണത്തിലും, തഥാ ജീവൻ മേം, ജീവിതത്തിലും,
നമക് കെ മഹത്വ കോ സമജ് ജാത്ത ഹെ. നമക്കിൻ്റെ ഉപ്പിൻ്റെ മഹത്വം മനസ്സിലാക്കുന്നു. കഥയുടെ അവസാനം രാജാവ് എന്ത് ചെയ്യുന്നത്? ജീവിതത്തിലും പിന്നെ ഭക്ഷണത്തിലും ഉപ്പിൻ്റെ മഹത്വം എത്രയാണോ അത് മനസ്സിലാക്കുകയാണ്. തബ് അപ്പനി ചോട്ടി ബേട്ടി കെ പ്യാർ കി ഗഹരായി കോ സമജ്താ ഹെ. തബ് അപ്പോൾ അപ്പനി ചോട്ടി ബേട്ടി കെ പ്യാർ കി ഗഹരായി എന്താണ്? തൻ്റെ ഇളയ മകളുടെ പ്യാർ കി ഗഹരായി സ്നേഹത്തിൻ്റെ ആഴം രാജാവിന് മനസ്സിലാവാണ്. ഗഹരായി കോ സമജ്താ ഹെ എന്ന് വെച്ചാൽ സ്നേഹത്തിൻ്റെ ആഴം രാജാവ് മനസ്സിലാക്കുകയാണ്. തും ധ്യാൻ സെ പഠോ തോ പാവോഗെ കി യഹ് കഹാനി ന തോ രാജാ കി ഹെ ന ഉസ്കി പസന്ത് കി. തും ധ്യാൻ സെ പഠോ തോ നിങ്ങൾ ശ്രദ്ധിച്ച് വായിക്കുകയാണെങ്കിൽ മനസ്സിലാവും. യഹ് കഹാനി ഈ കഥ ന തോ രാജാ കി ഹെ രാജാവിൻ്റെയല്ല, ന ഉസ്കി പസന്ത് കി അദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തിനെ കുറിച്ചുള്ള കഥയല്ല. യഹ് കഹാനി ന ഉസ്കി ബേട്ടിയോം കെ ബാരെ മേം ഹെ ഈ കഥ ന ഉസ്കി ബേട്ടിയോം കെ ബാരെ മേ ഹെ അദ്ദേഹത്തിൻ്റെ മക്കളുടെ കുറിച്ചുള്ള കഥയുമല്ല. ന ഉൻകെ കഹനെ കെ ബാരെ മേ അവർ പറഞ്ഞ കാര്യത്തിനെ കുറിച്ചുള്ള കഥയുമല്ല. യ നമക് കി കഥ ഹെ ഇതെന്തിൻ്റെ കഥയാണ്? ഇത് ഉപ്പിൻ്റെ കഥയാണ്. മഹാത്മാഗാന്ധി ने भी एक नमक की कहानी लिखी थी. മഹാത്മാഗാന്ധിയും നമ്മുടെ ഗാന്ധിജിയും ഏക് നമക് കി കഹാനി ലിഖി തി ഒരു ഉപ്പിൻ്റെ കഥ എഴുതിയിരുന്നു. വ കഹാനി ഉനോനെ ബോൽക്കർ നഹി ലിഖി ആ കഥ ഉനോനെ അദ്ദേഹം ബോൽക്കർ നഹി ലിഖി പറഞ്ഞിട്ടല്ല എഴുതിയത്. വ കഹാനി ഉനോനെ ചൽക്കർ ലിഖി പിന്നെ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? ഉനോനെ ചൽക്കർ ലിഖി അദ്ദേഹം നടന്നിട്ടാണ് ആ കഥ എഴുതിയിരിക്കുന്നത്. വ കഹാനി ഉനോനെ സൈക്കഡോ മീൽ ചൽക്കർ ലിഖി തി എത്ര മൈൽ നടന്നിട്ടാണ്? മീൽ എന്ന് വെച്ചാൽ എന്താ? മൈലാണ്. ഉനോനെ എന്ത് ചെയ്തു? സൈക്കഡോ മീൽ നൂറുകണക്കിന് മൈൽ നടന്നിട്ടാണ് ആ ഉപ്പിൻ്റെ കഥ എഴുതിയത്. വഹ ഉൻകെ സാത്ത് ചൽ രഹെ ദേശ് ഭർ കെ ലോഗോം നെ ലിഖി തി അത് അദ്ദേഹത്തിൻ്റെ കൂടെ ഉൻകെ സാത്ത് എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ കൂടെ ചൽ രഹെ നടന്നുകൊണ്ടിരുന്ന ദേശ് ഭർ കെ ലോഗോം നെ രാജ്യം മുഴുവനുമുള്ള ജനങ്ങളാണ് ആ കഥ എഴുതിയത്. ലോഗോം നെ ലിഖി തി വേ സബ് ഹമാരെ ദേശ് മേം അംഗ്രേസോം ദ്വാരാ കി ജാ രഹി അന്ധാധുന്ധ് ലൂട്ട് സെ ചിന്തിത് തെ. വേ സബ് അവരെല്ലാവരും ഹമാരെ ദേശ് മേം നമ്മുടെ രാജ്യത്ത് അംഗ്രേസോം ദ്വാര ഇംഗ്ലീഷുകാർ മുഖേന കി ജാ രഹി അന്ധാധുന്ധ് ലൂട്ട് സെ അവർ മുഖേന ചെയ്തിരുന്ന അന്ധാധുന്ധ് അനിയന്ത്രിതമായ ലൂട്ട് എന്ന് വെച്ചാൽ കൊള്ളയടി അനിയന്ത്രിതമായ കൊള്ളയടിയിൽ അവരെന്തായിരുന്നു? ചിന്തിതത അവരെല്ലാം ചിന്താകുലരായിരുന്നു. ജോ ഹമാരെ ദേശ് കോ അംഗ്രേസോം കെ ചങ്കുൽ സെ ചുടാനെ ചാഹത്തെ തെ അവരെന്ത് ചെയ്തിരുന്നു? ഹമാരെ ദേശ് കോ നമ്മുടെ രാജ്യത്തെ അംഗ്രേസോം കെ ചങ്കുൽ അംഗ്രേസ് എന്ന് വെച്ചാൽ ഇംഗ്ലീഷുകാരുടെ ചങ്കുൽ സെ അവരുടെ പിടിയിൽ നിന്നും ചുടാനാ ചാഹത്തെ മോചനം ആഗ്രഹിച്ചിരുന്നു. അവർ പിടിയിൽ നിന്നും രക്ഷപ്പെടുത്തുവാൻ ആഗ്രഹിച്ചിരുന്നു. അവരാണ് ഈ ഉപ്പിൻ്റെ കഥ എഴുതിയത്. ഗാന്ധിജിയും അവരും കൂടി 100 കണക്കിന് മൈൽ സഞ്ചരിച്ചാണ് ഈ ഉപ്പിൻ്റെ കഥ എഴുതിയത്. ജിനോനെ ഭാരത് ദേശ് കോ നയി തരഹ് സെ ചലാനെ കാ സപ്ന ആംഖോ മേം ലിയാ ഥ. ജിനോനെ അവർ ഭാരത ദേശ് കോ നമ്മുടെ ഭാരതത്തിന് ഇന്ത്യയെ നയി തരഹ് സെ പുതിയ രീതിയിൽ ചലാനെ കാ സപ്ന ആംഖോ മേം ലിയാ ഥ പുതിയ രീതിയിൽ കൊണ്ടുപോകാനുള്ള സ്വപ്നം കണ്ണുകളിൽ ഉണ്ടായിരുന്നു. അവരുടെ എല്ലാം കണ്ണുകളിൽ എന്തുണ്ടായിരുന്നു? ഇന്ത്യയെ പുതിയ രീതിയിൽ കൊണ്ടുപോകാനുള്ള സ്വപ്നം അവർക്ക് ഉണ്ടായിരുന്നു. ഉൻ ദിനോം അംഗ്രേസോം നെ ഭാരത് മേം നമക് പർ ടാക്സ് ലഗാ രഖാ ഥ. ഉൻ ദിനോം ആ ദിവസങ്ങളിൽ അംഗ്രേസോം നെ ഇംഗ്ലീഷുകാർ എന്ത് ചെയ്തിരുന്നു? ഭാരത് മേം ഭാരതത്തിൽ നമക് പർ ടാക്സ് ലഗാ രഖാ ഥ ഉപ്പിന് എന്ത് ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു? ടാക്സ് ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ടാക്സ് ലഗാ രഖാ ഥ ഇസ് സെ നമക് ബഹൂത്ത് മെഹങ്കാ ഹോ ഗയാ ഥ അതുകൊണ്ട് തന്നെ എന്ത് സംഭവിച്ചു? ഇസ് സെ നമക് ഉപ്പ് ബഹൂത്ത് മെഹങ്കാ ഹോ ഗയ വളരെ വിലയുള്ള വസ്തുവായിട്ട് മാറി. അംഗ്രേസോം നെ ഭാരത് കെ ലോഗോം കോ ഖുദ് നമക് ബനാനെ സെ രോക്ക് രഖാ ഥ അതുമാത്രമല്ല ഇംഗ്ലീഷുകാർ വേറെ എന്ത് ചെയ്തിരുന്നു? ഭാരത് കെ ലോഗോം കോ ഭാരതത്തിലെ ജനങ്ങളെ ഖുദ് അവർ സ്വയം ഖുദ് എന്ന് വെച്ചാൽ എന്താ? സ്വയം നമക് ബനാനെ സെ സ്വയം ഉപ്പുണ്ടാക്കുന്നതിൽ നിന്നും രോക്ക് രഖാ ഥ തടയും കൂടി ചെയ്തിരുന്നു. ഉപ്പിന് ടാക്സ് ഏർപ്പെടുത്താൻ മാത്രമല്ല ഉപ്പുണ്ടാക്കുന്നത് പോലും അവർ തടഞ്ഞിരുന്നു. അഗർ കോയി അപ്നെ ഹി സമുദ്ര കെ പാനി സെ നമക് ബനാത്ത ഉസേ സസാ ഹോ സക്തി ഥി എന്തുണ്ടായിരുന്നു? അഗർ കോയി ഇനി ആരെങ്കിലും അപ്നെ ഹി സമുദ്ര കെ പാനി സെ കടലിൻ്റെ പാനി സെ വെള്ളത്തിൽ നിന്നും സ്വന്തം സമുദ്രത്തിലെ വെള്ളത്തിൽ നിന്നും നമക് ബനാത്ത ഉപ്പുണ്ടാക്കുകയാണെങ്കിൽ ഉസേ സസാ ഹോ സക്തി ഥി അവർക്ക് എന്തും കൂടി കൊടുത്തേനെ? ശിക്ഷയും കൂടി കൊടുക്കുന്നുണ്ടായിരുന്നു. गांधी जी सालों पहले
अपने कुछ साथियों के साथ अहमदाबाद से पैदल दांडी नाम के समुद्र किनारे के गाँव चल पड़े. ഗാന്ധിജി സാലോം പഹലെ വർഷങ്ങൾക്ക് മുൻപ് അപ്നെ കുച്ച് സാത്തിയോം കെ സാത്ത് തൻ്റെ കുറച്ച് കൂട്ടുകാരുടെ കൂടെ അഹമ്മദാബാദിൽ നിന്നും പൈതൽ എന്ന് വെച്ചാൽ കാൽനടയായിട്ട് ദാണ്ടി നാമുക്കെ സമുദ്ര കിനാരേക്ക് ഗാവ് സമുദ്രത്തിൻ്റെ തീരത്തുള്ള ദാണ്ടി എന്ന ഗ്രാമത്തിലേക്ക് ചൽപ്പടെ നടന്നു. वे वहाँ जाकर समुद्र के पानी से गुद नमक बनाकर अंग्रेज़ों का काला कानून തോടുന്ന ചാത്തേതെ. അവരെന്ത് ചെയ്തു? വേ വഹാം ജാക്കർ അവരെ അവിടെ പോയിട്ട് സമുദ്രക്കെ പാനീസെ സമുദ്രത്തിലെ ജലത്തിൽ നിന്നും ഗുദ് സ്വയം നമക്ക് ബനാക്കർ ഉപ്പ് നിർമ്മിച്ചിട്ട് അംഗ്രേസോംക ഇംഗ്ലീഷുകാരുടെ കാലാ കാനൂൻ കറുത്ത നിയമം തോടുന്ന ചാത്തേത് അത് ബ്രേക്ക് ചെയ്യാൻ അവരെ ആഗ്രഹിച്ചു. അവരുടെ കറുത്ത നിയമം ഇല്ലാതാക്കാൻ അവരെ ആഗ്രഹിച്ചു. ഗാന്ധിജി 3 ഹഫ്തോं से भी अधिक पैदल चलते रहे. ഗാന്ധിജി 3 ആഴ്ചയിലധികം 3 ഹഫ്തോं से भी अधिक पैदल चलते रहे കാൽനടയായിട്ട് നടന്നുകൊണ്ടേയിരുന്നു. 3 ആഴ്ചകളധികം കാൽനടയായിട്ട് നടന്നുകൊണ്ടിരുന്നു. ഉൻകെ സാത്ത് ദേശ് ഭർ സെ ലോഗ് ആകർ ജുഡ്തേ ഗയെ. അപ്പം എന്ത് ചെയ്തു? ഉൻകെ സാത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ ദേശ് ഭർ സെ രാജ്യത്തെ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് മുഴുവൻ ആളുകൾ എന്ത് ചെയ്തു? ആകർ ജുഡ്തേ ഗയെ ആളുകൾ വന്നു ചേർന്നുകൊണ്ടേയിരുന്നു ആളുടെ കൂടെ. ഇസ് തര ജബ് വേ ദാണ്ടി പഹുഞ്ചെ. ഇങ്ങനെ അവരെപ്പോൾ ദാണ്ടിയിൽ എത്തിച്ചേർന്നപ്പോൾ എന്ത് സംഭവിച്ചു? ഉൻകെ സാത്ത് ഹസാരോം ലോക്. അവരുടെ കൂടെ എത്ര ആളുകളുണ്ടായിരുന്നു? ആയിരക്കണക്കിന് ആളുകളുണ്ടായിരുന്നു. ഗാന്ധിജിയും കുറച്ച് പേരും കൂടി തുടങ്ങിയ യാത്രയിൽ ദാണ്ടി എത്തിയപ്പോഴേക്കും 1000 ആളുകൾ ഉണ്ടായിരുന്നു അവരുടെ കൂടെ. ജോ സമുദ്രക്കെ പാനി മേ ഗുലെ നമക്കു. അവരെന്ത് ചെയ്തു? സമുദ്രത്തിലെ ജലത്തിൽ നിന്നും അതിലെ ഗുലെ ലയിച്ച ഉപ്പിനെ എന്ത് ചെയ്തു? അവർ ബാഹർ ലാക്കർ അംഗ്രേസോം കാ കാനൂൻ തോടുന്ന ചാത്തേ. സമുദ്രത്തിൽ ലയിച്ച് കിടന്നിരുന്ന ഉപ്പിനെ പുറത്തെടുത്തിട്ട് ഇംഗ്ലീഷുകാരുടെ നിയമത്തെ അവരെ ഇല്ലാതാക്കാൻ ആഗ്രഹിച്ചു. ഇസ്സെ ഭാരത് പർ അംഗ്രേസോം കി പക്കഡ് ഢീലി പെടുത്തി. ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ എന്ത് സംഭവിച്ചു? ഭാരതത്തിൽ ഇംഗ്ലീഷുകാർക്ക് ഉണ്ടായിരുന്ന ഒരു ഹോൾഡ് അവരുടെ ഒരു പിടി എന്ത് കുറഞ്ഞു? അവരുടെ പിടുത്തം കുറഞ്ഞു. അവരുടെ ഹോൾഡ് നമ്മുടെ ഇന്ത്യയിൽ കുറഞ്ഞു എന്നാണ് പറയുന്നത്. രാസ്തേ മേ കൈ ഘാവ് പടേ. ഗാന്ധിജിയും കൂട്ടുകാരും കൂടിയിട്ട് നടന്നു പോകുന്ന വഴിയിൽ കുറേ ഗ്രാമങ്ങളുണ്ടായിരുന്നു. ഗാന്ധിജി ഓർ ഉൻകെ സാത്തി ജഹാം ബി രുക്തെ ഗാവ് വാലെ ഉന്നെ പൂരെ മൻ സെ ഖാന ഗിലാത്തെ. അപ്പോൾ എന്ത് ചെയ്തിരുന്നു? ഗാന്ധിജിയും കൂട്ടുകാരും എവിടെയാണോ താമസിച്ചിരുന്നത്, ജഹാം ബി രുക്തെ എവിടെയാണോ നിന്നിരുന്നത്, ഗാവ് വാലെ ആ ഗ്രാമത്തിലെ ഗ്രാമവാസികൾ എന്ത് ചെയ്തിരുന്നു? ഉന്നെ അവരെ പൂരെ മൻസെ ഖാന ഗിലാത്തെ അവരെ മനസ്സ് നിറയെ കഴിപ്പിച്ചിരുന്നു എന്നാണ് പറയുന്നത്. വേ സബി ലോഗ് രാത്ത് കിസി ഗാവ് മേ കാട്ടെ ഓർ സുബ ഫിർ ചൽ പടുത്തേത്. അവരെന്ത് ചെയ്തിരുന്നു? രാത്രി നടന്നു പോകുന്ന വഴിയിൽ രാത്രിയാകുമ്പോൾ ഏതെങ്കിലും ഗ്രാമത്തിൽ അവർ കഴിച്ചു കൂട്ടും. പിന്നെ രാവിലെ ആകുമ്പോൾ പിന്നെയും എന്ത് ചെയ്യും? അവരുടെ യാത്ര തുടരും. അങ്ങനെയാണ് അവർ ദാണ്ടി വരെ എത്തിച്ചേർന്നത്. दांडी पहुंचते ही सभी को समुद्र का आसमान तक फैला विस्तार देखा. ദാണ്ടി എത്തിയപ്പോൾ എല്ലാവരും എന്ത് കണ്ടു? സമുദ്രക ആസ്മാൻ തക് ഫൈല വിസ്താർ. അതായത് കടലിൽ നിൽക്കുമ്പോൾ നമുക്ക് ആകാശവും സമുദ്രവും ഒരുപോലെ പരന്ന് കിടക്കുന്ന കാഴ്ച കാണാം. അതാണ് പറയുന്നത് സമുദ്രക ആകാശ് തക് ഫൈല വിസ്താർ. ഇതൊക്കെ അവരെല്ലാവരും എന്ത് കണ്ടു? സമുദ്രം ആകാശം വരെ പരന്ന് കിടക്കുന്നത് അവർ കണ്ടു. ലഹരേം ദിഖീം. തിരമാലകൾ കണ്ടു. ലഹരോമേം ചമക്ത സൂരജ് ദിക്ക. തിരമാലകളിൽ തിളങ്ങുന്ന സൂര്യനെ കണ്ടു. किनारे के गड्ढों में नमक से गाढ़ा हुआ पानी और अपने आप बना नमक दिखा. പിന്നെ അവരെന്തൊക്കെയാണ് കണ്ടത്? സമുദ്രത്തിൻ്റെ തീരത്തുള്ള ഗഡ്ഡോമേം കുഴികളിൽ നമക് സെ ഗാഢ ഹുവ പാനി അതായത് ഉപ്പ് ലയിച്ചിട്ടുള്ള ഗാഢലായനി അത് കണ്ടു. ഓർ അപ്നെ ആപ്പ് ബനാ നമക് ദിക്ക സ്വന്തമായി അവർ നിർമ്മിച്ച ഉപ്പ് കണ്ടു. उन सभी को गांधी जी ने यहाँ मिलाकर पूरे देश को अंग्रेज़ों से मुक्त होने का रास्ता दिखा दिया. ഉൻ സബിക്കോ അവരെല്ലാവരെയും ഗാന്ധിജി എന്ത് ചെയ്തു? യഹാം ലാക്കർ ഇവിടെ കൊണ്ടുവന്നിട്ട് പൂരെ ഗാവുക്കോ നമ്മുടെ രാജ്യം മുഴുവനും അംഗ്രേസോം സെ മുക്ത് ഹോനേക്ക ഇംഗ്ലീഷുകാരിൽ നിന്ന് മുക്തമാകാനുള്ള രാസ്ത ദിഖാ ദിയ വഴി കാണിച്ചു.
हमारे दोस्त और कहानीकार आनंदमूर्ति कहते थे कि जब गांधी जी ने समुद्र किनारे हाथ में मुट्ठी भर नमक उठाया, उन्होंने देश के आज़ाद होने का रास्ता खोल दिया. നമ്മുടെ സുഹൃത്തും കഥാകൃത്തുമായ അനന്തമൂർത്തി പറയുകയാണ്. എന്താണ് അദ്ദേഹം പറയുന്നത്? ജബ് ഗാന്ധിജീനെ സമുദ്ര കിനാരെ ഹാത്ത് മേ മുട്ടി ഭർ നമക്കുടായ, ഗാന്ധിജി സമുദ്രത്തിൻ്റെ തീരത്ത് നിന്നിട്ട് മുട്ടി ഭർ നമക്കുടായ, ഒരു കൈപ്പിടിയിൽ എന്തെടുത്തു? ഉപ്പെടുത്തു. ഉन्होंने देश के आज़ाद होने का रास्ता खोल दिया, എന്നിട്ട് എന്ത് ചെയ്തു? രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടാനുള്ള വഴി തുറന്നു കൊടുത്തു. 17 वर्ष बाद देश सचमुच उस रास्ते पर चलता हुआ आज़ाद हो गया. ഉപ്പ് സത്യാഗ്രഹം കഴിഞ്ഞിട്ട് 17 വർഷം കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? നമ്മുടെ രാജ്യം സ്വതന്ത്രമായി. അതാണ് പറയുന്നത്. 17 വർഷ ബാദ്, 17 വർഷത്തിന് ശേഷം ദേശ് എന്ന രാജ്യം സച്മുച്ച് ഉസ് രാസ്തേ പർ ചൽത്ത ഹുവ, ആ വഴിയിലൂടെ, സത്യസന്ധമായ ആ വഴിയിലൂടെ നടന്നിട്ട് ആസാദ് ഹോ ഗയ, സ്വാതന്ത്ര്യം നേടി. ഇസ് കഹാനി മേം ഓർ ബി കൈ ഭീതരി ഗുമാവ് ഹെ, ഈ കഥയിൽ ഇനിയും കുറേ വഴിത്തിരിവുകളുണ്ട്. തും വഹ് സബ് ഖുദ് ഖോജോ, നിങ്ങളത് സ്വയം അന്വേഷിക്കാനാണ് പറയുന്നത്. ഖുദ് യഹ് ഖോജോ കി ഹം കിൻ കിൻ രാസ്തോം സെ അംഗ്രേസോം കെ ചങ്കുൽ സെ ഛൂട്ടേ തെ, സ്വയം ഇതും കൂടി തിരയണം. എന്താ വെച്ചാൽ കിൻ കിൻ രാസ്തോം സെ, ഏതെല്ലാം വഴിയിലൂടെയാണ് അംഗ്രേസോം കെ ചങ്കുൽ സെ ഛൂട്ടേ തെ, നമ്മൾ ഇംഗ്ലീഷുകാരുടെ പിടിയിൽ നിന്നും മുക്തമായത് എന്നൊക്കെ നമ്മൾ സ്വയം അന്വേഷിച്ച് കണ്ടെത്താനാണ് അവർ അവസാനം പറയുന്നത്.